കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ നഗരസഭയും സർക്കാർ ഹോമിയോ ആശുപത്രി മൂവാറ്റുപുഴയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുര്യൻമലയിൽ നടത്തിയ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയും സർക്കാർ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുര്യൻമല അംഗൻവാടിയിൽ നടത്തിയ ക്യാമ്പ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഒരു ചാറ്റൽ മഴ അടിച്ചാൽ ഒന്ന് കാറ്റ് കൊണ്ടാലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് അവരുടെ പ്രതിരോധശേഷി കുറയുന്നു എന്നുള്ളതിന്റെ ഒരു ശക്തമായ തെളിവാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഹോമിയോ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിൽ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ സൂപ്രണ്ട് ഡോക്ടർ മിനി അതിന് അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഈ ഒരു ക്യാമ്പിൽ ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഓർക്കുണ്ടാവും, ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഹോമിയോ ആയിരിക്കും. പിള്ളേർക്ക് ഇഷ്ടം അതാണ് അല്ലേ, കുഞ്ഞി പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള പൊടിയും പിന്നെ കുപ്പിക്കകത്ത് മുട്ടായി എന്ന് പറയാം, വെള്ള ടാബ്ലറ്റും ഒക്കെ ആയിരുന്നു ഏറ്റവും ഇഷ്ടം. മുട്ടായി തന്നെ ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ് പറയാം, ഹോമിയോ മുട്ടായി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത്തരത്തിലെ ഒരു മധുരമുള്ള ഒരു ചികിത്സയാണ് ഹോമിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചികിത്സയ്ക്ക് കൂടുതൽ നമ്മൾ അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. വാർഡ് കൗൺസിലർ ഷേർലി പൗലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ പി രജിത മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ആശ കെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡെങ്കിപ്പനി അത് ഫ്രഷ് വാട്ടറിലാണ്, വീട്ടിൽ കിടക്കുന്ന ഫ്രഷ് വാട്ടറാണ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്താണ് തമ്മിൽ പകരൂല. അതായത് നമ്മളിപ്പോൾ കൊതുക് കടിച്ചോ ഒരാളെ കടിച്ചു അയാളിൽ നിന്ന് അടുത്ത ആൾക്ക് പകരില്ല. അപ്പൊ എന്നെ കടിച്ചാൽ എനിക്ക് വരും, അടുത്ത ആളെ കടിച്ചു ആ കൊതുകിൽ അതിന്റെ ആ ഒരു അണുക്കൾ ഉണ്ടല്ലോ, ആ കൊതുക് പോയി അടുത്ത ആളെ കടിച്ചാലാണ് അടുത്ത ആൾക്ക് വരിക. ഇത് എനിക്ക് വന്നു ചിക്കൻ ബോക്സ് ഒക്കെ പകരുന്നില്ല, എനിക്ക് വന്നു അടുത്ത ആൾക്ക് അങ്ങനെ പകരില്ല. കൊതുക് കടിച്ചാൽ മാത്രമേ വരുള്ളൂ, അത് ആ അണുക്കളുള്ള കൊതുക് കടിച്ചാൽ മാത്രമേ വരുള്ളൂ. അതിനാണ് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ ഉള്ളത് ചിക്കൻ കുനിയ, മലേറിയ, ഇതൊക്കെ കൊതുകുകൾ കാരണം വരുന്നത്. കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വരുന്നതാണ് മലേറിയ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ആദ്യത്തെ കൊതുക് ജന്യ രോഗങ്ങൾ. സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഡെൽന സീതാലയം പ്രോജക്ടിനെ കുറിച്ച് വിശദീകരണം നൽകി. ക്യാമ്പിൽ മെഡിക്കൽ പരിശോധന, ചികിത്സാ സേവനങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ ലഭ്യമാക്കി. സർക്കാർ ഹോമിയോ ആശുപത്രി CMO ഡോക്ടർ മിനി, കൌൺസിലർമാരായ രജനി, അമ്പിളി ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ആശാ വർക്കർമാർ, അങ്കണവാടി പ്രവർത്തകർ, പ്രദേശവാസികൾ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.